അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മയൊക്കെ പഠിച്ച അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ? അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അത് തിരിച്ചറിയാൻ പ്രധാനമായും 2 അടയാളങ്ങളാണ് ഉള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1. മലക്കുകൾക്കിടയിൽ ഒരു പ്രഖ്യാപനം. അള്ളാഹു ഒരു അടിമയെ സ്നേഹിച്ചാൽ അവൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും, ഇന്ന അടിമയെ ഞാൻ സ്നേഹിക്കുന്നു, അതിനാൽ നീയും അവനെ സ്നേഹിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം തുടർന്ന് ആകാശത്തിലുള്ളവരോട് ഇത് വിളിച്ചു പറയുകയും ഭൂമിയിലുള്ളവർക്കിടയിൽ ആ വ്യക്തിക്ക് ഒരു പ്രത്യേക സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഭൂമിയിലുള്ള മറ്റു വ്യക്തികൾക്കിടയിൽ നമുക്കൊരു പ്രത്യേക സ്വീകാര്യത ലഭിക്കാൻ അള്ളാഹു അവരോട് കൽപ്പിക്കും, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. നമ്മൾ ഈ ഭൂമിയിൽ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു അത് ആകാശലോകത്തേക്ക് പ്രഖ്യാപിക്കുമെന്നാണ് സ്വഹീഹുൽ ബുഖാരി മുസ്ലിമിലും വന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയുന്നു, ഇന്ന അടിമയെ ഞാൻ സ്നേഹിക്കുന്നു, അതിനാൽ നീയും അവനെ സ്നേഹിക്കുക എന്ന്. ഇന്നയാളെ സ്നേഹിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്തുള്ള മലക്കുകളോട് പറയുകയും ഇതോടെ ആകാശലോകത്തുള്ള മലക്കുകളെല്ലാം ആ വ്യക്തിയെ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്യും. അവസാനം ഭൂമിയിലുള്ളവർക്ക് ആ വ്യക്തിക്ക് ഒരു പ്രത്യേക ബഹുമാനം, സ്നേഹവും അള്ളാഹു വഴി നൽകും എന്നാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തേത്, നരകം ഹറാമാക്കപ്പെടുന്നു. ഏറ്റവും വലിയ അടയാളമാണ് അള്ളാഹു സ്നേഹിക്കുന്ന ഒരു അടിമയെ അവൻ ഒരിക്കലും നരകത്തിൽ ഇടുകയില്ല എന്നാണ്. പടച്ച തമ്പുരാൻ നമ്മെ ഇഷ്ടപ്പെട്ടാൽ ആ നരക ശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ കാത്തുരക്ഷിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു എന്നോട് നിന്നെ ഒന്ന് സൂറത്തുൽ ബയ്യിന ഓതി കേൾപ്പിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ആ സ്വഹാബിക്ക് വിശ്വസിക്കാനായില്ല. അദ്ദേഹം ചോദിച്ചു, അള്ളാഹു എൻ്റെ പേര് എടുത്തു പറഞ്ഞോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, നിൻ്റെ പേര് തന്നെ പറഞ്ഞു. പ്രപഞ്ചനാഥനായ അള്ളാഹു തൻ്റെ പേര് പറഞ്ഞു എന്നത് കേട്ടപ്പോൾ ആ സ്വഹാബി സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. ഒരു സാധാരണക്കാരനായ അടിമയെ അള്ളാഹു ഇത്രത്തോളം പരിഗണിക്കുന്നു എന്നത് അവൻ്റെ വലിയ ഒരു കാരുണ്യമാണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞുപോയി. നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചാൽ ഇതിലും വലിയൊരു സന്തോഷം നമുക്ക് വേറെ ഇല്ല. നമുക്ക് എന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ ഈ സ്നേഹം ലഭിക്കാൻ നമ്മൾ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ പറയാനും കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്തുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. ക്ഷമയോടെയും പ്രത്യാശയോടും കൂടി ഇബാദത്തുകളിൽ മുഴുകുക. ഇതെല്ലാമാണ് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മെ സൃഷ്ടിച്ച അള്ളാഹു നമ്മുടെ സ്നേഹം ഇഷ്ടപ്പെടുകയും നമ്മളോട് അള്ളാഹു കരുണ കാണിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മയെല്ലാം അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.